വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ആ കഥ ഓർമ്മയുണ്ടോ? നമ്മുടെ തൊപ്പിക്കാരൻ അപ്പൂപ്പന്റെയും കുട്ട നിറയെ തൊപ്പിയുണ്ടായ ആ കഥ ഓർമ്മയുണ്ടായില്ലേ? നമ്മളപ്പോ ആ തൊപ്പിക്ക് ഒരു പേരിട്ടായിരുന്നു. എന്തായിരുന്നു പേര്? റ. അപ്പൊ നമുക്കിന്ന് രണ്ടാമത്തെ അക്ഷരം പഠിക്കാം. ഓക്കെ ആണോ? റെഡി ആണോ? ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ കൂടെ ഇന്നലെ അക്ഷരം പഠിച്ചെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ അപ്പൂപ്പൻ കുരങ്ങന്മാരെ കയ്യിൽ നിന്ന് ഓരോരോ തൊപ്പികൾ ധൃതിയിൽ കൊട്ടയിൽ അടുക്കി വെക്കുന്ന കൂട്ടത്തിൽ ചില തൊപ്പികളൊക്കെ മടങ്ങിപ്പോയി. എന്താ സംഭവിച്ചത്? ചില തൊപ്പികൾ മടങ്ങിപ്പോയി. റാ എന്ന തൊപ്പിയുടെ ഒരു വശം കൂടയിൽ നിറച്ചപ്പോ മടങ്ങിപ്പോയി. അപ്പോ ഇനിയിപ്പോ ആ തൊപ്പിയെ റാ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ അങ്ങനെയുള്ള തൊപ്പികളെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക? രാ. അതെ, നമ്മളപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം രാ. അതെങ്ങനെ ഓർക്കുക? തൊപ്പിക്കാരൻ അപ്പൂപ്പൻ കുട്ട നിറയെ തൊപ്പി എങ്ങനെ അടുക്കി വെച്ചപ്പോ ചില തൊപ്പികൾ മടങ്ങിപ്പോയി. അപ്പൊ നമുക്ക് ആ തൊപ്പികളെ ഇനി എന്ത് വിളിക്കാം? രാ. അപ്പൊ ഇനി അതെങ്ങനെയാ എഴുതാൻ നമുക്ക് നോക്കിയാലോ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്കിന്ന് രാ എന്ന അക്ഷരം എഴുതാൻ ശ്രമിച്ചാലോ? ഇതാ നമ്മളിതാ രാ എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്. ഇതാ ശ്രദ്ധിച്ചോ? നമ്മുടെ തൊപ്പി ഇന്നലെ എങ്ങനെയായിരുന്നു? കുട്ടയിലേക്ക് മടക്കി വെച്ചപ്പോൾ പെറുക്കി വെച്ചപ്പോൾ ഒരു ഭാഗം മടങ്ങിപ്പോയി. അപ്പൊ എന്തായി? റാ പിന്നെ രാ ആയി മാറി. എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ എഴുതണ്ടെന്ന് നോക്കാം. ഇന്നലെ ചെയ്ത പോലെ, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ എന്ത് ചെയ്യാം? 2 കുത്തുകൾ ഇടുന്നു, അതിങ്ങനെ യോജിപ്പിക്കുന്നു. ഇതാ ഒരു വശം ഉള്ളോട്ട് മടങ്ങാണ് തൊപ്പിയുടെ. അയ്യോ, എന്തായിപ്പോ? രാ ആയി. ഒരു തവണ കൂടി എഴുതി നോക്കാം. ഇതാ 2 കുത്തുകൾ ഇടുന്നു. ഒരു കുത്തിൽ നിന്ന് അടുത്ത കുത്തിലേക്ക് ഒരു വശം ഇതാ മടങ്ങിപ്പോകുന്നു. ഇനി നമുക്ക് മോളെ കൊണ്ട് അതൊന്ന് എഴുതിപ്പിച്ചാലോ? ദാ കുത്തുകൾ ഇട്ട് കൊടുക്കുകയാണേ. 2 കുത്തുകൾ വന്നേ. ഇനി മോളൊന്ന് എഴുതിക്കേ. ഒന്നും കൂടി ശരിയാവാനുണ്ടല്ലോ. ഒന്നും കൂടി ശ്രമിച്ചേ. ഒരു കുത്തിൽ നിന്ന് തുടങ്ങി അടുത്ത കുത്തിൽ തട്ടി ഒരു ഭാഗം ഉള്ളോട്ട്. അതെ, ഒരിക്കൽ കൂടി എഴുതി നോക്കാം. ഒരു കുത്തിൽ നിന്ന് തുടങ്ങി അടുത്ത കുത്തുവരെ തൊട്ട് പോരാ. ഇതാ റാ എന്നേ ആയുള്ളൂ. ഒരു വശം ഉള്ളോട്ട് മടങ്ങി. അതെ, രാ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഇപ്പൊ രണ്ടാമത്തെ അക്ഷരം നമ്മള് രാ വിജയകരമായി എഴുതി ശരിയാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞങ്ങളുടെ വീഡിയോ എന്നും പറയുന്ന പോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക്